നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് 7ാമത്തെ ലെസണിലേക്ക് കടക്കാം. അധികാരം ജനങ്ങൾക്ക് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കേണ്ട ലെസൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇതുവരെ എടുത്തു കഴിഞ്ഞ ലെസൺസ് ഭരണഘടനയ്ക്ക് ഒരു മുഖവര, ഭരണഘടന വഴിയും വഴികാട്ടിയും, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളിലൂടെ ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് ജനങ്ങളാൽ ഇത്രയും ലെസണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അധികാരം ജനങ്ങൾക്ക് എന്ന ലെസൺ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന ഓരോ കൂട്ടുകാരും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തുകൊണ്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ്. അതേപോലെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, വീഡിയോക്ക് ഷെയർ കൊടുക്കുക, ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലൊന്ന് ജോയിൻ ചെയ്യുക. നോക്കാം, ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമസഭയിൽ ചർച്ച? കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് കേട്ടത്. പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ നമ്മൾ അതില് കൊടുത്തിട്ടുണ്ട് അല്ലെ. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട 2 ലെസൺ ആണ്. അതിൽ ജനങ്ങളെ നമ്മൾ എടുത്തു. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് ഈ ലെസണിൽ അധികാരം ജനങ്ങൾക്ക് എന്നതിൽ വരുന്നത് കേട്ടോ. പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ, നാടിന്റെ പൊതുവികസനം സംബന്ധിച്ച ചർച്ചകൾ, ഇതൊക്കെയാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യാം. ഇനി ഗ്രാമസഭയിൽ അധ്യക്ഷ വഹിക്കുന്നത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കേട്ടോ. ഗ്രാമസഭയില് അധ്യക്ഷ വഹിക്കുന്നത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാൽ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് എന്ന് ചോദിച്ചാലാണ് അത് വാർഡ് മെമ്പർ ആകുക കേട്ടോ. വാർഡ് മെമ്പർ. ഓക്കെ. ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനം ഏതാണ്? വാർഡ് സഭയാണ്. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ഇവിടെ ഉണ്ട്, വാർഡ് മെമ്പർ ആണ് കേട്ടോ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ ആണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമങ്ങളിൽ ഗ്രാമസഭയാണെങ്കിൽ നഗരങ്ങളിൽ അത് വാർഡ് സഭയാണ്. ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്നറിയപ്പെടുന്നു. ഗ്രാമസഭകളിൽ പ്രാദേശിക വികസനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പുറമെ ജനങ്ങളുടെ ജീവിത വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് ജനങ്ങളുടെ ജീവിത കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്ന തോന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ തെറ്റാണ് പറഞ്ഞിട്ട് എഴുതി വരില്ലേ. പക്ഷെ വീടെത്തും അത് ശരിയായി മാറും. ഇപ്പൊ ജനങ്ങളുടെ ജീവിത വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കലാണ് ഗ്രാമസഭ ചേരുന്നത്. അപ്പൊ ഗ്രാമസഭ കൂടേണ്ടത് എപ്പോഴാണ്? 3 മാസത്തിൽ ഒരിക്കൽ. പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പാക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പാക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും ഗ്രാമസഭ അവസരം ഒരുക്കുന്നുണ്ട്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കൺവീനർ വാർഡ് മെമ്പറുമാണ്. താഴെ പറയുന്നതില് ഗ്രാമസഭയെ കുറിച്ചിട്ടുള്ള ശരിയായ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിക്ക് ചെയ്തിട്ട് മാർക്കാക്കിയിട്ട് മാറ്റണം കേട്ടോ. ഗ്രാമസഭയെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ 243. ഗ്രാമസഭാ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നോക്കാം. നമുക്ക് നോക്കിക്കേ, ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. മനസ്സിലായല്ലോ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന് അറിയപ്പെടുന്നു. ഗ്രാമസഭകളിൽ പ്രാദേശിക വികസനത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് പുറമെ ജനങ്ങളുടെ ജീവിത വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കലാണ് ഗ്രാമസഭ ചേരുന്നത്. പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനും ഗ്രാമസഭ അവസരമൊരുക്കുന്നു. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കൺവീനർ വാർഡ് മെമ്പറുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗ്രാമസഭയെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. ഇനി ഗ്രാമസഭ ഗ്രാമങ്ങളുടെ വികസനത്തെ കുറിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ ആ ലെസണിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക് ആവുക, ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുക, ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നത് ആയിരിക്കണം.
വികസിപ്പിക്കണം. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. പ്രായപൂർത്തി ആയവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇനി എന്താണ് അധികാര വികേന്ദ്രീകരണം? ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായിട്ട് കൈമാറും. ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. എന്നാൽ അധികാര കേന്ദ്രീകരണവുമുണ്ട്, അധികാര വികേന്ദ്രീകരണവുമുണ്ട്. നമുക്ക് രണ്ടിന്റെയും പ്രത്യേകതകളൊക്കെ പഠിക്കാനുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ: പ്രാദേശിക വികസനത്തിനാണ് പ്രാധാന്യം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാകും. അതുപോലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുവാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളികളും കൂലിപ്പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അതേപോലെ അങ്ങനെ നേതൃശേഷിയും ഭരണപരിചയവും കൈമാറുന്നു. ഇനി ഇവിടെ അധികാര കേന്ദ്രീകരണത്തിന്റെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? 40 എവിടെയാണ്? 35 മുതൽ ആർട്ടിക്കിൾ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ നിയോഗിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും കെ സന്താനം കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി. ഇത്രയും കമ്മിറ്റികളാണ് എന്ത് ചെയ്യുന്നത്? അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ഓൾ ചോദ്യമാണ്, എല്ലാം വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അതേപോലെ സന്താനം കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി. അതില് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയും അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയും എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഇവിടെ ത്രിതല പഞ്ചായത്ത് ആണെങ്കിൽ ഇവിടെ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് കേട്ടോ. എങ്ങനെയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയില് ത്രിതല സംവിധാനമാണെങ്കിൽ അശോക് മേത്ത കമ്മിറ്റിയില് അത് ദ്വിതല സംവിധാനം ആണ്. ഇവിടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ ത്രിതലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്തും. ഇനി ഇവിടെ ജില്ലാ പരിഷത്ത് അല്ലെ, ജില്ലാ പരിഷത്ത് എങ്ങനെയൊക്കെയാണ്? പഞ്ചായത്തും ജില്ലാ പരിഷത്തും മാത്രം മതി. അതിന്റെ അവിടെ എന്തില്ല? പഞ്ചായത്ത് സമിതി ഇല്ല. മനസ്സിലായോ? അപ്പൊ ദ്വിതലമായി. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും കേട്ടോ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്കാണ്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനാണ്. ഇനി ജില്ലാ പരിഷത്ത് ജില്ലാതലമാണ് ചുമതല. മണ്ഡൽ പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെയൊക്കെ, അതുപോലെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ, ഭരണഘടന ഭേദഗതി, അതുപോലെ പട്ടികജാതി സംവരണം, ഇതൊക്കെ ഇതിലാണ് അശോക് മേത്ത കമ്മിറ്റിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. നമുക്ക് അവിടെ കൊടുത്ത ബോക്സിൽ കുറച്ച് ക്ലിയർ കമ്മിറ്റി, നമുക്ക് അതിൽ ഓരോ കമ്മിറ്റി നോക്കാം. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം: വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി, ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത്. ഇങ്ങനെയാണ് ത്രിതലം എന്ന് പറയുന്നത്. ത്രിതലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വില്ലേജ് തലത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ ഒരു പഞ്ചായത്ത് സമിതി. ഇന്നിപ്പോ നമ്മൾ എങ്ങനെ പറയാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അങ്ങനെ പറയാ. അങ്ങനെ അത് ആ ത്രിതല സംവിധാനം കൊണ്ടുവന്നത് തന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് സമിതികളിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പ്.
ആസൂത്രണ പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ഈ ഘടകങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും. ആസൂത്രണ വികസന പ്രവർത്തനങ്ങളുടെ നിർവഹണ ചുമതല പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ട ഏകോപന നിയന്ത്രണ ചുമതലകൾ ജില്ലാ പരിഷത്തിനും ആണ്. അതേപോലെ ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും. അധികാര ചുമതലകളും അതേപോലെ തന്നെ ഈ 3 ജനാധിപത്യ ഘടകങ്ങളിലേക്കും സ്വാഭാവികമായിട്ട് അധികാരം കൈമാറ്റം ചെയ്യപ്പെടണം. അതേപോലെ ചുമതലകളും പ്രവർത്തനങ്ങളും കൃത്യമായി നിർവഹിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണം. ഭാവിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സംവിധാനം വികസിപ്പിക്കണം. അതേപോലെ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ നോക്കാം. ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല സംവിധാനം. എല്ലാം ഈ അശോക് മേത്തയും ബൽവന്ത് റായ് മേത്തയും നന്നായി പഠിച്ചു വെച്ചോളണം കേട്ടോ. ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ഗ്രാമങ്ങളുടെ ചുമതല മണ്ഡൽ പഞ്ചായത്തിനും കേട്ടോ. അവിടെ ഗ്രാമങ്ങളുടെ ചുമതല എവിടെയാ പറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് അല്ലെ. ഇവിടെ ഏതാണ് മണ്ഡൽ പഞ്ചായത്ത്. 15,000 മുതൽ 20,000 വരെ ജനസംഖ്യ വരുന്ന ഗ്രാമങ്ങളുടെ കൂട്ടമാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ജനകീയ മേൽനോട്ടത്തിന് കീഴിൽ സംസ്ഥാന തലത്തിന് താഴെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യ കേന്ദ്രം എപ്പോഴും ജില്ലയായിരിക്കും. ജില്ലാതലത്തിൽ ആസൂത്രണ നിർവഹണ ചുമതല ജില്ലാ പരിഷത്തിനായിരിക്കും. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഔദ്യോഗിക ഉറപ്പുവരുത്തണം. സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി പിരിവിനായി നിർബന്ധിത അധികാരങ്ങൾ നൽകണം. എന്താണ്? അതായത് സാമ്പത്തിക സ്രോതസ് കണ്ടെത്തണം അല്ലെ. ഇപ്പൊ ഒരു പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ അവരും എന്ത് ചെയ്യണം? അതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയേ പറ്റൂ. ഗവൺമെന്റ് ആണെങ്കിലും അതിനുള്ള സ്രോതസ്സുകൾ കണ്ടെത്തുന്നുണ്ട് അല്ലെ. അതേപോലെ സ്ഥാപനങ്ങൾക്ക് നികുതി പിരിവിനായി നിർബന്ധിത അധികാരങ്ങൾ നൽകണം. സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ദുർബല വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന തുകകൾ അവർക്ക് തന്നെ വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാതല ഏജൻസി, നിയമസഭ, ലെജിസ്ലേച്ചർ കമ്മിറ്റി എന്നിവയുടെ മേൽനോട്ടത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ സംസ്ഥാന ഗവൺമെന്റുകൾ അസാധുവാക്കുവാൻ പാടുള്ളതല്ല. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ സംസ്ഥാന ഗവൺമെന്റുകൾ എന്താക്കാൻ പാടില്ല? അസാധുവാക്കാൻ പാടില്ല. നിർബന്ധിത അസാധുവാക്കൽ അനിവാര്യമാണെങ്കിൽ അസാധുവാക്കി 6 മാസത്തിനുള്ളിൽ തന്നെ അവിടെ ഇലക്ഷൻ നടത്തേണ്ടതാണ്. വികസന പഞ്ചായത്തുകളിൽ നിന്നും ന്യായ പഞ്ചായത്തുകൾ വേറിട്ട് നിൽക്കണം. യോഗ്യതയുള്ള അംഗീകൃത ന്യായാധിപന് ചുമതലയും നൽകണം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടി ആലോചിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. വികസന പ്രവർത്തനങ്ങളുടെ ജില്ലാ ചുമതല ജില്ലാ പരിഷത്തുകൾക്ക് കൈമാറണം. വികസന സമിതി അംഗങ്ങളുടെ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ടാകണം. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് പൊതുജന പിന്തുണ ആർജിക്കുന്നതിനായിട്ട് സന്നദ്ധ സംഘടനകൾ കാര്യക്ഷമമായിട്ട് പങ്കുവഹിക്കണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിനായി സംസ്ഥാന ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിനായിട്ട് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി. ആരാണ് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ആരായിരുന്നു? MP രാജേഷ് ആയിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണ് 941 ഗ്രാമപഞ്ചായത്തിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരായിരുന്നു? MP രാജേഷ് ആയിരുന്നു അല്ലെ. അങ്ങനെ SC ST വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സീറ്റുകൾ സംവരണം ചെയ്യണം. അപ്പൊ ഇവിടെ എത്ര വന്നാലും അതിൽ എത്ര സീറ്റ്, അല്ലെങ്കിൽ 4 സീറ്റ് 3 സീറ്റ് SC വിഭാഗത്തിന് എന്താണ്, അല്ലെങ്കിൽ ST വിഭാഗത്തിനായിട്ട് മാറ്റിവെക്കണം അല്ലെ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണം. ഇത് അവയ്ക്ക് ആവശ്യമായ പദവിയും പ്രവർത്തന തുടർച്ചയും നൽകണതാ. ഈ ഒരു പോയിന്റ് നന്നായിട്ട് പഠിച്ചു കേട്ടോ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും. അശോക് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജസ്ഥാനിലാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായ ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാമാണ്? 1992 73, 74 ഭരണഘടനാ ഭേദഗതികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന നിയമം ഏതാണ്? പഞ്ചായത്ത് രാജ് നിയമം. ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നത് 74ാം നഗരപാലിക നിയമം. 73 പഞ്ചായത്ത് രാജ് ആണെങ്കിൽ 74 നഗരപാലിക നിയമം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചത് 92, 73, 74 ഭേദഗതികളാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആദ്യം വന്നത് രാജസ്ഥാനിലാണ്. ഇനി 1992 73, 74 ഭരണഘടനാ ഭേദഗതിയിലെ 2 വ്യത്യാസങ്ങളൊക്കെ നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതി എന്താ? പഞ്ചായത്ത് രാജ് സംവിധാനമാണ്. ഗ്രാമസഭകളെ, പഞ്ചായത്താകുമ്പോൾ ഗ്രാമസഭകളൊക്കെ അവിടെയല്ലേ നടക്കുക. ഗ്രാമസഭകളുടെ രൂപീകരണം,
ഭരണകാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഠിച്ചോളാം കേട്ടോ. 23-ാം ഭേദഗതിയിൽ വരുന്ന കാര്യങ്ങള്. ഭരണഘടനാ ഭേദഗതി എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനം ഉറപ്പുവരുത്തുന്നു. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി 74-ാം ഭേദഗതിയിൽ എന്താ പറയുന്നത്? ഭരണഘടനാ ഭേദഗതി. എന്താണ് 74-ാം ഭരണഘടനാ ഭേദഗതി? നഗരപാലിക സംവിധാനമാണ്. വാർഡ് സഭകളുടെ രൂപീകരണം. ഇവിടെ ഗ്രാമസഭയാണെങ്കിൽ ഇവിടെ വാർഡ് സഭ. ഭരണകാലാവധി 5 വർഷം. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, അതെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ്. എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇവിടെ പഞ്ചായത്തി രാജ് സംവിധാനം, ഇവിടെ നഗരപാലിക, ഇവിടെ ഗ്രാമസഭ, ഇവിടെ വാർഡ് സഭ. ബാക്കിയെല്ലാം സെയിം. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലെ 73-ാം ഭേദഗതി. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 2 തരം എന്താണ്? നഗര തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെ. അതേപോലെ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, കേരളത്തിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. 2 തരം നഗരപാലികയാണ്. ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണെങ്കിൽ ഇവിടെ 2 തരം ഉണ്ട്. അതില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? മുനിസിപ്പൽ, നമുക്കറിയാം മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ വരുന്നത് ഇതിലാണ്. 74 നഗരപാലിക നിയമത്തിലാണ്. നോക്കൂ, 23-74 ഭരണഘടനാ ഭേദഗതിയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പഞ്ചായത്തി രാജ് സംവിധാനം. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ, നഗരപാലികയാണ് വാർഡ് സഭ. നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏതു പേരുകളാണ് അറിയപ്പെടുന്നത്? നമ്മളിപ്പോ പഠിച്ചോളൂ. 74 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല സംവിധാനം. അതാരാ ത്രിതലം? ബൽവന്ത് റായ് മേത്ത. ദ്വിതലമാണെങ്കിൽ അശോക് മേത്തയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, ഭരണഘടനാ സാധുത. ഭരണഘടനാ സാധുത അശോക് മേത്തയാണ് കേട്ടോ. അത് പ്രത്യേകം പഠിക്കണം. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പട്ടികജാതി പട്ടികവർഗ സംവരണം, തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ സാധുത. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവയുടെ ഘടന തന്നിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അതിൽ ഇപ്പോൾ നമ്മുടെ ഘടന നഗരപാലികത്തിലും മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും കേട്ടോ. മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? പഠിച്ചു വെക്കണം. പ്രീവിയസ് ചോദ്യമാണ്. ജനന മരണ രജിസ്റ്റർ ചെയ്യൽ ചോദിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കല്, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം ചുമതല, മാതൃ ശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുക, പരമ്പരാഗത ജലസ്രോതസ് സംരക്ഷിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നൽകുക, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക, സന്നദ്ധ സാമൂഹ്യ സേവനം സംഘടിപ്പിക്കുക, ജാഗ്രതാ സമിതി പ്രാവർത്തികമാക്കുക, കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗുണഭോക്തൃ നിർണയ പട്ടിക തയ്യാറാക്കി സമർപ്പിക്കുക, റോഡുകളും പൊതുമുതലും സംരക്ഷിക്കുക, മാലിന്യം ശേഖരിക്കാൻ നീക്കം ചെയ്യുക, രോഗപ്രതിരോധ നടപടി സ്വീകരിക്കുക, മേളകളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പ് ക്രമീകരിക്കുക. ഇതൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ലെസണും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് 2021-26 എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് വരുന്നുണ്ട്. ഒപ്പം വരിക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും